നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യും. ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. ആ വിശ്വാസത്തിൽ യാതൊരു കളങ്ങളില്ല, പോലെ ഏൽക്കാത്തതാണ്, കഴിവിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഈ ലോകത്ത് എന്നേക്കാൾ താഴെ ഒരാളും ഇല്ല എന്നുള്ള ചിന്താഗതിയാണ്. എന്നേക്കാൾ താഴെ ഒരാളും ഇല്ലെന്നുള്ളതാണ്. ഭാവികൾ വെച്ച് ഏറ്റവും ഉന്നതൻ ഞാനാണ്. എന്നേക്കാൾ മുകളിൽ മറ്റു ഭാവിയില്ല. ഈ രണ്ട് ചിന്താഗതിയാണ് എനിക്കുള്ളത്. അത് ശരിയോ തെറ്റോ നിങ്ങൾ തീരുമാനിച്ചു. ആ ചിന്താഗതി വെച്ച് പറയാണ്. അനർഘ നിമിഷത്തിൽ മറ്റെല്ലാവരും തോറ്റ സമയത്ത് എൻ്റെ അടുക്കൽ വരുന്ന ചില കേസുകൾ അള്ളാഹുവിനോട് കരഞ്ഞ് ദ്വാ ചെയ്തിട്ട് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട്. നൂറ് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം എടുത്ത് പറയാം. അത് പൊങ്ങച്ചോയി കണക്കാക്കില്ല റബ്ബേ എന്ന് ഞാൻ പറയുന്നത്. കാരണം വേറെ വലിയൊരു കാര്യം പറയാൻ വേണ്ടി ഇതൊന്നും ഞാൻ പറയില്ല. ഞങ്ങളുടെ നാട്ടിലൊരു പോലീസുകാരൻ, അദ്ദേഹം 6 പൊക്കമുള്ള 10-20 കിലോ ഉള്ള നല്ലൊരു മനുഷ്യൻ ആണ്. അദ്ദേഹം സുഖമില്ലാതെ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ചെയ്തതാണ്. 1.5 വർഷം മിണ്ടാതെ അനങ്ങാതെ ജീവനുണ്ടോ ഉണ്ട്, വേറൊന്നും കഴിക്കാൻ പറ്റാതെ. വീട്ടുകാർ വളരെ പ്രതിസന്ധിയിലായി. സ്നേഹമില്ലാത്തതുകൊണ്ടില്ല, 1.5 വർഷമായിട്ട് ഈ ഇത്രയും ഭാരമുള്ള ഒരാളെ ഭാര്യ വിചാരിച്ചാലോ മക്കൾ വിചാരിച്ച് ചെയ്യാൻ പറ്റും. നിസ്സഹായത മനസ്സിലാക്കിയിട്ട് ഞാൻ ചെന്ന്, പടച്ചവനെ, എല്ലാം അറിയുന്ന നീയാണ്, ഇതിനൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞ് 2 ഉള്ളിൽ കണ്ണീര് അടിച്ച് അവരോട് വാക്കുപോലും പറയാൻ ഞാൻ വേഗത്തിൽ പുറത്തേക്ക് പോകും. ഇതിപ്പോൾ പറയാൻ കാരണം വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഒരു 10 ദിവസത്തിനകം അള്ളാഹുവാണ് സത്യം, ആ മനുഷ്യൻ സന്തോഷമായിട്ട് ഇഹലോകത്തോട് യാത്ര പറഞ്ഞു. അത് ചെറിയ സംഭവമാണ് എനിക്ക് തോന്നല്ല. അതിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം. അതിന് ഒരുപാട് സംഭവങ്ങൾ ഞാൻ പറയാൻ കാരണം, ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ദിവ്യനോ ഔലിയായോ പിന്നെ ആൾ ദൈവങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ 1 രൂപ തൊട്ട് വയ്ക്കും. ആ തൊട്ട് ഒന്ന് അനക്കി തരണം. ഏതെങ്കിലും ആൾ ദൈവമോ ഔലിയായോ പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1 രൂപ തൊട്ട് ഇവിടെ വയ്ക്കും, അല്ലെങ്കിൽ അവർ പകരം വയ്ക്കും. അതൊന്ന് അനക്കി കിട്ടിയാൽ മതി. പൊക്കയൊന്നും വേണ്ട. 100% ഇല്ലെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഇരിക്കെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടങ്ങളുണ്ടാവും, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറ്റവാളിയാവും. കാന്തപുരത്തിലെ പേര് AP കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ അബദ്ധജടിലവും അന്ധവിശ്വാസവും ദീനിയിൽ പുറത്തു പോകുന്ന രീതിയിൽ വാസ്തവമായി ഈ സമുദായത്തിൽ കാണിക്കുന്ന തെമ്മാടിത്തരം. പ്രവാചകന്റെ മുടി 1/2 സെന്റിമീറ്റർ വളർന്നു. എന്തൊരു മണ്ടത്തര മനുഷ്യൻ പറയുന്നത്. പടച്ചവരെ അള്ളാഹു പുറത്തെടുക്കട്ടെ. അദ്ദേഹമാണ് തെറ്റിയെന്ന് ഞാനത് തെറ്റിയെന്ന് ഞാനത് തെറ്റിയെങ്കിൽ അള്ളാഹു പുറത്തു കേട്ടെ. ഞാൻ സഹിക്കാൻ പറ്റ പറയാണ്. അദ്ദേഹം തെറ്റിയെങ്കിൽ അദ്ദേഹത്തിന് നല്ല സൽബുദ്ധിയാക്കട്ടെ. ഒന്നാമത്തിൽ വൃത്തികെട്ട കാര്യങ്ങളാണ്. ഈ മുടി കഴുകി വെള്ളം കൊടുക്കുക, ഹറമിലെ അഴുക്ക്, ഹറമിലെ പൊടി. എന്തൊരു വിശ്വാസം! ഇതെന്താണ് ഇസ്ലാമിൽ പ്രവാചകൻ പറഞ്ഞ ഹറമിലെ പൊടി കൊണ്ടെന്ന്? ഹറമിൽ മണ്ണ് കൊണ്ടാന്ന് പറയാ, പൊടി പിന്നെ അഴുക്കാണല്ലോ. അത് കൊണ്ടൊന്ന് സൂക്ഷിച്ച് വെള്ളം കലക്കി കൊടുത്ത് സൂക്ഷിക്കണം. അത് പോയി എൻ്റെ കാന്തപുരം മുസ്ലിയാരെ, നിങ്ങൾ എൻ്റെ പേരിൽ കേസ് കൊടുത്താലും വെള്ളം തന്നെ നിങ്ങളുടെ കാര്യം. എത്ര വയസ്സുണ്ട്? 100 വയസ്സ് പറ്റായില്ലേ? ഈ ജനങ്ങളിങ്ങനെ പറ്റിക്കില്ലേ? ഇന്നാളൊരിക്കൽ ചാലുകാണ് ഒലിയുല്ലാഹി, CM ഒലിയുല്ലാഹി മരിക്കുന്ന സമയത്ത് ഒലിയുല്ലാഹി പേര് പറയൂ. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ നല്ലൊരു സ്ഥാപനം നടത്തുന്നത്. ഞാൻ പോയിട്ട് എന്നെ ക്ഷണിച്ച് ഞാൻ പോയി കണ്ടിട്ടൊക്കെ ശരിയാണ്, അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാണ്. പക്ഷെ ഇങ്ങനെ ഇത് എന്തൊരു അന്ധവിശ്വാസം! ഇത്ര പരിപൂർണവും മോസ്റ്റ് മോഡേണുമായ ഇസ്ലാമിക തത്വസംഹിത ആശയമുള്ള ഒരു സമുദായത്തെ, ഒരു മതത്തെ നിങ്ങൾ ഇങ്ങനെ കൊച്ചാക്കി വിറ്റ് കാശുണ്ടാക്കല്ലേ? അള്ളാഹുവാണ് സത്യം. ഞാൻ മനസ്സൂരി പറയാണ്, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവോട് സത്യം, ഇനി നിങ്ങളുടെ വായി പൊങ്ങാതെ വരും. ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. 1400 വർഷം മുമ്പ് വഫാത്തായ, അല്ലെ 1500 വർഷത്തിന് മുമ്പ് വഫാത്തായ ലോകത്തിന് കാരണഭൂതനായ പ്രവാചകൻ
നമ്മൾ ഓരോ നിമിഷവും അള്ളാഹുവിനെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ പ്രവാചകനെ സ്മരിച്ച് ജീവിക്കുന്ന ഒരു പാവം മണ്ടനായ മനുഷ്യനാണ് ഞാൻ പറയാണ്, നിങ്ങൾ എന്ത് വൃത്തിയാണ്, എത്ര കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം വിറ്റ് കാശുണ്ടാക്കുക, ഇങ്ങനെ ഓരോ അന്ധവിചാരവും അനാചാരവും ചെയ്ത് എന്തെല്ലാം വൃത്തികേടാണ് അന്ധവിശ്വാസം അവിടുന്ന് പുറത്തേക്ക് വരുന്നത്. ഇത് ലോകം മുഴുവൻ കാണുന്നില്ലേ? ശാസ്ത്ര യുഗമല്ലേ? ബുദ്ധിയുള്ളവരില്ലേ? മനഃശാസ്ത്രജ്ഞന്മാരില്ലേ? പിന്നെ ഫിലോസഫിസ്റ്റുകളില്ലേ? അവരെല്ലാം ചിന്തിക്കില്ലേ? ഇസ്ലാമിന്റെ ഒരു കാര്യവും വ്യക്തതയില്ലാത്ത ഒരു കാര്യമില്ല. ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇസ്ലാമിൽ പറഞ്ഞില്ല, ഖുർആനിലില്ല. ശാസ്ത്രീയമായിട്ട് നാസ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ, മറ്റ് ഡോക്ടേഴ്സ് എല്ലാം വേണ്ടി ഓരോ കാര്യങ്ങൾക്ക് അതിന് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ എന്ത് ശാസ്ത്രീയത? അന്ന് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അത് ബോഡി ബേസ്ഡാന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അത് പുള്ളി പറയുമോ? ഒരിക്കലും അങ്ങനെ പറയുമെന്ന്, കാരണം 10 വോട്ട് കിട്ടാൻ വേണ്ടി. പിണറായിക്ക് അത് ചെയ്യാം. പിണറായി ഇസ്ലാം മത വിശ്വാസിയല്ല, ഒരു സാധാരണ രാഷ്ട്രീയക്കാരാണ്, ഒരു സാധാരണ മനുഷ്യനാണ്. നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയല്ലേ? ലക്ഷങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നില്ലേ? എന്തൊരു അബദ്ധ ജടിലമാണത്. അള്ളാഹുവാണ് സത്യം, ഞാൻ തമാശ പറയല്ല. എൻ്റെ മനസ്സ് ഒരു കണ്ട് ഈ സമുദായം ഇത്ര കണ്ട് അതമ്പതിച്ച് പോയില്ലോ എന്നുള്ളത്, ഇത്ര കണ്ട് അന്ധവിശ്വാസത്തിലേക്ക് പോയില്ലോ എന്ന് പറയുമ്പോൾ ആ നാവ് സത്യമാണ് ഞാൻ പറയുന്നെങ്കിൽ അള്ളാഹുവാണ് സത്യം, ആ നാവിനി പൊങ്ങില്ല. മറിച്ച് ഞാനാണ് പറഞ്ഞ് തെറ്റെങ്കിൽ അള്ളാഹു അങ്ങ് തന്നെ ക്ഷമിക്കണം, വികാരം കൊണ്ട് പറഞ്ഞു പോകുന്ന. ഞാൻ കൂടുതൽ വ്യാഖ്യാനം കൊടുക്കുന്നില്ല. ബുദ്ധിജീവികൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്ത് തെറ്റും ചെയ്യാം. 2 കാര്യം ഒഴിച്ച് അള്ളാഹു പറഞ്ഞത് 2 കാര്യത്തിൽ ഞാൻ പോലും നിസ്സഹായനാണെന്ന് പറയുന്നില്ല, ഞാൻ ഇടപെടൂല എന്ന് പറഞ്ഞു. നിസ്സഹായം എന്ന് പറയുമ്പോൾ അള്ളാഹു നിസ്സഹായം എന്ന് പറയുമ്പോൾ അത് മുനാഫിത്തറയില്ലേ? അന്നമല്ല, ഞാൻ ഇടപെടൂല. എന്താണത്? ഒരു മുസ്ലിമോട് മുഅ്മിനോട് കടം വാങ്ങിച്ചാൽ അത് കൊടുത്തു തീർക്കണം, അത് അവൻ്റെ അവകാശമാണ്. അള്ളാഹു ജഡ്ജിയാണ്, നീതിമാനാണ്. നീതിമാൻ്റെ വച്ച് നോക്കുമ്പോൾ ഒരാൾ കടം വാങ്ങിച്ചാൽ അതിൻ്റെ അവകാശം അവൻ തന്നെയാണ്, അത് കൊടുത്തു തീർക്കണം, അല്ലെങ്കിൽ മക്കളോട് പൊരുത്തപ്പെടും വാങ്ങിക്കണം. മറ്റൊന്ന് സ്വന്തം വാപ്പാനും ഉമ്മായി, സ്വന്തം വാപ്പയിൽ അന്യ വാപ്പയില്ല, വാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളാണ് സത്യം, ഖുർആനാണ് സത്യം പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിനോട് പൊരുത്തപ്പെട്ട് കാര്യമില്ല, നിങ്ങൾ ആ മനുഷ്യരോട് തന്നെ പൊരുത്തപ്പെടിക്കണം. ബാക്കി എന്ത് തെറ്റും ചെയ്തോളൂ. 100 ആളെ കൊന്നിട്ട് 99 ആളെ കൊന്നിട്ട് 100ാമത്തെ ആൾ കൊന്നും സ്വർഗത്തിൽ പോയി ചരിത്രമുണ്ട്. ബാക്കി എന്ത് തെറ്റിയാലും മനസ്സാന്തരപ്പെട്ടാൽ, പ്രായശ്ചിത്തം ചെയ്താൽ, പശ്ചാത്തപിച്ചാൽ അള്ളാഹുവോട് സത്യം, അതിന് പരിഹാരം കിട്ടും. 100 ഉദാഹരണങ്ങളുണ്ട്. പടച്ചവനെ, ഞാൻ പറയുന്ന അറിവില്ലായ്മയാണെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. എനിക്ക് യാതൊരു വ്യക്തി താല്പര്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊച്ചാക്കാനോ ഒന്നും താല്പര്യമില്ല. എനിക്ക് അതിൻ്റെ പേരിൽ മുതലെടുക്കാനോ 10 പൈസ ഉണ്ടാക്കാനോ താല്പര്യമില്ല. സത്യം അറിയണം. ഞാനിക്ക നിർത്തണം. അടുത്തത്, ഇതിപ്പോൾ ആത്മീയ കാര്യം. ഞാൻ ഭൗതികത്തിൽ കിടക്കണം, രാഷ്ട്രീയത്തിൽ കിടക്കണം. എന്താണ് രാഷ്ട്രീയത്തിൽ കിടക്കുന്നത്? ഇപ്പം കേരളം, ഞങ്ങൾ പണ്ട് പല പ്രാവശ്യം പറഞ്ഞു, ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയാൽ ഈ അമിത് ഷായും മോഡി പോലെയുള്ള ദുർമാർഗികൾ, പരസ്യമായിട്ട് പറഞ്ഞ ദുർമാർഗികളെ ഒതുക്കാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക കോൺഗ്രസ്സുകാരൻ കർണാടകയിലെ ശിവകുമാറാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷെ അതിന് പോകത്തില്ല. കാരണം ഗുണ്ടാശം, ബുദ്ധിക്ക് ബുദ്ധി, പണത്ത് പണം, പ്രതാപത്ത് പ്രതാപം, എല്ലാം ഒത്തിണങ്ങിയ ഒരു സാധാരണ മനുഷ്യൻ ശിവകുമാർ. ഞാൻ ഈ ശിവകുമാർ കണ്ടിട്ട് പോലില്ല, നേരിട്ട് കണ്ടിട്ട് പോലില്ല, എൻ്റെ ആരുമല്ല അത്. ഇന്നിപ്പോൾ ഇതിൽ കോൺഗ്രസ് തീരുമാനമെടുത്ത് ശിവകുമാറിന് AICCയുടെ ജനറൽ സെക്രട്ടറിയാക്കി ആ 2ാം സ്ഥാനം കൊടുത്ത് പാർട്ടിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. KC വേണുഗോപാൽ അതേ പക്വതകളാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ പക്വതകളാണ്, പാകതകളാണ്, ഇടുത്തിയാട്ടൊന്നുമില്ല, ശാന്തനാണ്, അതൊരു കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹത്തെ മാറ്റിയിട്ട് അദ്ദേഹത്തെ കേരളത്തിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ കേരളത്തിലേക്ക് തന്നെ വിട്ടോണ്ട് ഈ ശിവകുമാറിനെ ഇരുത്തിയാൽ അതൊക്കെ വലിയ തന്ത്രമാണ്, ബുദ്ധിയാണ്. ട്യൂബ്ലൈറ്റ് കത്തുമ്പോഴേ കോൺഗ്രസ് വളരെ വൈകിയാണ്, അല്പം താമസിക്കും കത്തിയാൽ പ്രകാശ. ഞങ്ങളിത് കുറേ നാളായി ഇത് പറഞ്ഞു കേട്ട്. അദ്ദേഹത്തെ AICC പ്രസിഡന്റ് ആക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാക്കട്ടെ, രാഹുൽ ഗാന്ധി കിട്ടെ, ഓക്കെ, അല്ലെങ്കിൽ അതുപോലെ ഇത് ഉന്നത സ്ഥാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം ഏതായാലും ഉന്നത സ്ഥാനം തന്നെ കൊടുക്കാൻ വൈ ഊതിക്കുന്ന ബുദ്ധി മണ്ടത്തിന് തുല്യമാണ്.
അതൊരു വൈകി പിടിച്ച ബുദ്ധി മണ്ടത്തിന്. കാരണം നീണ്ട 10 വർഷം 11 വർഷം കളഞ്ഞു കോൺഗ്രസ് ഈ മോഡിയുടെയും അമിത്ഷായുടെ മുമ്പിൽ. ഏതായാലും വൈകി നോക്കിയത് ബുദ്ധി മണ്ട തുല്യമാണെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും വരുന്നു, നല്ല കാര്യമാണ്. അതുപോലെ സതീശനോട് എനിക്ക് യാതൊരു പിണക്കോ ഇഷ്ടക്കുറവോ ഒന്നുമില്ല. കാരണം അങ്ങേത്തിന് ഒപ്പം ഞങ്ങളുടെ പാർട്ടി വരുന്നില്ല. അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ആരുമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ അസൂയൊന്നുമില്ല. പക്ഷെ അങ്ങ് പക്വതയുള്ള ആളല്ല. 2 ഉദാഹരണം പറയുന്നു, 1 ഉദാഹരണം. 1, കേൾക്കണം സതീശൻജി, നിങ്ങൾ എടുത്തു ചാട്ടം ഏതാണ്ട് ഒരു ഫാസിസ് പോലെ അല്ലെങ്കിൽ ധിക്കാരം പോലെ. അള്ളാഹുവിൽ ദൈവം മനുഷ്യൻ പുറക്കാത്ത പല കാര്യം, ഒരു പ്രധാന കാര്യം ധിക്കാരമാണ്, അഹങ്കാരമാണ്. ബാക്കി എന്ത് തെറ്റും അള്ളാഹു പുറക്കും, ജനങ്ങൾ പുറക്കും. പക്ഷെ ധിക്കാരം. ഞാൻ ഉദാഹരണം പറയും, എന്നോട് ദേഷ്യം വിചാരിക്കില്ലേ? അവിടെ ഞാൻ അള്ളാഹുവിന് മുൻനിർത്തിപ്പോഴാണ്, പടച്ചവരെ തെറ്റിന് ക്ഷമിക്കണം, ബുദ്ധിജീവികൾ ചിന്തിക്കട്ടെ. നിങ്ങൾ കോട്ടയത്തെ പത്രസമ്മേളനത്തിൽ എന്തൊക്കെയാൽ നിങ്ങളെക്കാൾ സീനിയർ അല്ലേ സുധാകരൻ? KPC പ്രസിഡന്റില്ലേ? അധികാരം വെച്ച് നോക്കിയാൽ, പവർ വെച്ച് നോക്കിയാൽ, ശക്തി വെച്ച് നോക്കിയാൽ പ്രതിപക്ഷ നേതാവിനേക്കാൾ ശക്തി KPCയുടെ പ്രസിഡന്റിനാണ്. അത് ഞാൻ വ്യാഖ്യാനമുണ്ടല്ലോ. ഒറ്റ കാര്യം പറയാം, KPCയുടെ പ്രസിഡന്റാണ് കേരളത്തിൽ UDF ആര് മുഖ്യമന്ത്രി ആണെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം ശിഹാബ് തങ്ങൾ മന്ത്രിമാർ നിശ്ചയിക്കുമല്ലോ, അദ്ദേഹം മന്ത്രി ആവില്ല, MLA ആവില്ല, പക്ഷെ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അതുപോലെ സുധാകരൻ വന്നിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ക്ഷമ കാണിക്കേണ്ടിയിരുന്നോ? അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ട് വയ്ക്കുക? അത് നിങ്ങൾ ചെയ്തില്ല. അതിനർത്ഥം നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങൾക്ക് നിയന്ത്രിക്കാനുള്ള ക്ഷമയില്ല, അല്ലെങ്കിൽ കഴിവില്ല. നിങ്ങൾ ഏതോ വലിയ ആളാണെന്ന രീതിയിലും വലിയൊരു ചെറിയ അൻവറിന്റെ കാര്യം 100 വോട്ട് ചെയ്യുമ്പോൾ 38 വോട്ട് കിട്ടുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളിലാണ്, UDFന് കോൺഗ്രസിന്. പക്ഷെ നിങ്ങൾ സമുദായം പറഞ്ഞാൽ 110 നായർ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 1 നായർ വോട്ടുകൾ കിട്ടുന്നത് UDFന് കോൺഗ്രസിന്. കണക്കിൽ ഉദ്ധരിക്കാണ്, പുള്ളാലിയല്ല, ശാസ്ത്രീയമാണത്. അങ്ങനെയുള്ള ഒരു അൻവർ അയാൾ മണ്ടത്തരം കാണിച്ചു, അത് സംശയമില്ല, ഒരു സംശയമില്ല. അദ്ദേഹം കാണിച്ചത് മുഴുവൻ മണ്ടം. ഒന്ന് രാജിവെച്ചതിൻ്റെ മണ്ടത്തിലാണ്, അത് കാണിച്ചില്ല. കാരണം ഇന്ന് കേരളത്തിലേക്ക് സുഖിക്കുന്ന 2 വർഗമാണ്. ഒന്ന് CPIMന്റെ നേതാക്കളും മറ്റ് കത്തോലിക്ക സഭാ പുരോഹിതന്മാരും. അവരുടെ അത്രയും ജീവിതത്തിൽ ആസ്വദിക്കുന്ന ഒരു വർഗം കേരളത്തിലില്ല. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നിട്ട് അവിടുന്ന് തെറ്റിപ്പേച്ച് പോയപ്പോൾ ഈ ഗുരുത്തക്കെട്ട കോൺഗ്രസ് വന്ന് നന്നാകാന്ന് ചോദിച്ചാൽ മണ്ടത്തിലാണ്. അത് ആദ്യമേ തന്നെ. മറ്റൊന്ന്, പാർട്ടിയിൽ നിൽക്കുമ്പോൾ വളരെ തുള്ളിൽ നിൽക്കണം, വളരെ ഇല്ലാതെ ചാടി, അതൊക്കെ മണ്ടത്തരം. എങ്കിൽ പോലും നിങ്ങൾ കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് നിലയിൽ ഈ 38% വോട്ടർമാരില്ലേ ഉള്ള ഒരു വിഭാഗത്തിൽപ്പെട്ടായതുകൊണ്ട് നിങ്ങൾ അവരെ കൂടെ നിർത്തിയിരുന്നില്ലേ? നിങ്ങൾ ചെയ്തോ? അത് നിങ്ങൾ കഴിവേട് തന്നെയാണ്. കാര്യം 10,000 പേര് പങ്കെടുക്കുന്ന ഒരു സദ്യക്ക് ചോറ് വേവിക്കുമ്പോൾ എല്ലാ ചോറും വെന്ത് നോക്കല്ല, 1 or 2 ചോറെടുത്ത് ഞെക്കി വെക്കും, അപ്പോൾ പാകായിരുന്നു. അതുപോലെ ഈ 2 സംഭവം മതി, ബാക്കി 100 സംഭവങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ അൺഫിറ്റാണ്, അത് സംശയക്കാരില്ല. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ തുറന്ന് പറയും, നമുക്ക് ആരും മുഖം നോക്കട്ടൊക്കെ ഇല്ല. ഈ 2 കൂട്ടം എനിക്ക് പേരുള്ളൂ. ഒന്ന് ജനങ്ങളെയും, ഒന്ന് എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെയും. ജനശക്തിയാണ്, 2 ശക്തിയാണ് ലോകത്തിൽ. ഒന്ന് ജനങ്ങളുടെ ശക്തി, അത് നമുക്ക് കാണാം, പക്ഷേ ദൈവ ശക്തി കാണാൻ പറ്റില്ല. എങ്കിൽ അതുകൊണ്ട് ബാക്കി ആരും ഞാൻ ഭയപ്പെടുന്നില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അതുകൂടെ തുറന്ന് പറയുന്നത്. അപ്പോൾ അത് സതീശൻ ചെയ്യണം. നിങ്ങൾ തിരിച്ച പുസ്തകമാണ്, അദ്ദേഹത്തിന് പല പോരായ്മ ഉണ്ടാവും. കോൺഗ്രസ് നേതാവാണെന്ന കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആരാണ് TH മുസ്തഫയെ? എന്താണ് TH മുസ്തഫ? തന്നെയാണ് കാണിച്ച് അതായത് ഇന്നത്തെ ഗ്യാനി സെയിൽകുമാർ, ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷണർ, അദ്ദേഹം എറണാകുളം കളക്ടറേക്കുമ്പോഴേ ഞാൻ കഴിഞ്ഞ പറഞ്ഞു ഒരു സംഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോയി. അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുത്തി സംസാരിച്ച് വിട്ട ആളാണ്. അന്ന് മന്ത്രി ജയിക്കുമൊക്കെ പകച്ചു പോയ സമയത്ത് അത് തന്നെയുണ്ട്. കാരണം വെച്ചാൽ ഒരു MLA എന്ന് പറഞ്ഞാൽ ആർക്ക് മുകളിലാണ്? ചീഫ് സെക്രട്ടറി മുകളിലാണ്. MLAക്ക് താഴെയാണ് ചീഫ് സെക്രട്ടറി. അത് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന്. അതുപോലെ മറ്റ് ഒരു സംഭവം കൂടി ഞാൻ നിർത്താത്തത് എന്തറിയോ? അടിയന്തരാവസ്ഥ, ഇന്ദിരാഗാന്ധിയുടെ പ്രതാപം. ഇദ്ദേഹം DC പ്രസിഡന്റാണ്. അന്ന് കൊച്ചിയിലെ ഫോട്ടോ കൊച്ചിയിലാണ്, ഐലൻഡിലാണ്.
ഇന്ദിരാഗാന്ധിയുടെ യാത്ര കസേരക്ക് ഏർപ്പാട് ചെയ്തു. അപ്പോൾ MLA DCC പ്രസിഡന്റിൽ അദ്ദേഹത്തിന് കസേരയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വൈഫ് കൂടെ വന്ന് അടിയന്താവസ്ഥയാണല്ലോ, അറിയാമല്ലോ, പോലീസുകൾ. അവിടെ പുള്ളി കസേര ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ കൃഷ്ണകുമാർ കളക്ടറാണ്. കളക്ടറുടെ ഭാര്യ ഉഷ കൃഷ്ണകുമാർ കസേര വിളിച്ച് ആ കസേര ലേബിൾ മാറ്റി പുള്ളി വൈഫ് ഇട്ട് കൊടുത്ത്. കളക്ടറാണ്, കളക്ടർ പോലീസായിട്ട് വെച്ച് കസേര കൊണ്ടുവരാൻ പറ്റും? ആ തന്നിട്ട് കാണിച്ച്. മറ്റൊരു കാര്യം പറഞ്ഞ് വലിയ അദ്ദേഹത്തെ വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല, പക്ഷെ എത്ര ബുദ്ധിയും യുക്തി ഉണ്ടായെന്നുള്ളത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ പാലക്കാട് ലോറി കയറി ബൈക്കുകൾ കയറ്റി വന്ന ലോറി ഒരു 10 മണി കഴിഞ്ഞാൽ ഓടാൻ പറ്റുള്ളൂ. അത്ര ഈ പൊന്തം ചരക്കാട്ട് നീണ്ടു കിടക്കും. അങ്ങനെ ആലും ഇത് പോലീസ് പിടിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലാക്കി. മുസ്തഫ സാഹിബിനെ അടുത്ത് അദ്ദേഹം പോലീസിനെ വിളിച്ച് അത് വിട്ടുകൊടുക്കണം, സാർ ഇത് അറസ്റ്റ് ചെയ്ത് കേസെടുത്തൊക്കെ നാളെ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾക്കൊക്കെ ബാധകമാണ്. എടോ SI അല്ലേ അത്? നിങ്ങളെ ക്ലോക്കിലേക്ക് നോക്കി ഇപ്പോൾ സമയം എത്രയും 12:01. 12:01 ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെയൊക്കെ നാളത്തെ ദിവസമായിട്ട് കണക്കാക്കുന്നത്. ടുമാറോ നോട്ട് ടുഡേ. വണ്ടി വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞത്, കൊടുക്കണമെന്ന് തന്നെ പറഞ്ഞത്. അത്ര തൻ്റെ ഇടം കാണിച്ച് പോരായിക വലുകൊണ്ട് ഇല്ലെന്നാണ് പറഞ്ഞത്. അത് കരുണാകരൻ ഒരു കാര്യം പറഞ്ഞാൽ നിർത്താം. നമ്മുടെ കുര്യൻ കളക്ടർ, അദ്ദേഹം എറണാകുളം ജില്ലാ കളക്ടറായി നിയമിച്ചപ്പോൾ മന്ത്രിസഭയിൽ ആരോഗ്യ എതിർത്ത്. അപ്പോൾ കരുണാകരൻ പറഞ്ഞു, ഇന്ന് ഞാനാണ് മുഖ്യമന്ത്രി കേരളത്തിൽ, ഞാൻ പറയും നടക്കുള്ളൂ എന്ന് അയാൾ കളക്ടറാക്കി. അങ്ങനെ തൻ്റെ ഉള്ളവരാണ് അതൊക്കെ. ഓക്കെ, അത് ഇഷ്ടപ്പെടാം. അപ്പോൾ ഈ നിലക്ക് കോൺഗ്രസ് ഒരു മാറ്റം വിചിന്തനം ഉണ്ടാക്കുക നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഈ വിഷയത്തിൽ നിർത്താൻ പോകണം. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഇന്നലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ തലകറക്കമായിട്ട് ഒരാൾ വന്നു. അദ്ദേഹം ആശുപത്രി വന്ന് വെള്ളം കണ്ടപ്പോൾ വെപ്പാളം ഉണ്ടാക്കി കുര തുടങ്ങി. എല്ലാവരും ആക്രമിക്കാൻ നോക്കി. അവർക്ക് എന്താ, 8 മാസം മുൻപ് വീട്ടിൽ വളർത്ത പട്ടി എന്തോ ചൊറഞ്ഞുണ്ടായി. പട്ടി വേഷം കയറിയതാണ്. അപ്പോൾ മരിച്ചതാണിരിക്കും. അവസാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മുറിയിൽ പൂട്ടിയിട്ടേക്കാണ്. പടച്ചവരെ, ദൈവമേ, ഈശ്വര, നിങ്ങൾ ഇന്ന് പട്ടിയിൽ അത് കണ്ടേ. ഞാനിപ്പോൾ ഈ കാറ് പോലും ഉപയോഗിക്കാനുള്ള, കാരണം സിറ്റിയിൽ കാർ ഉപയോഗിക്കുന്ന അടുപ്പില്ല. എനിക്ക് ഒരു 100 സ്ഥലത്തേക്ക് ദിവസം പോണ്ടി വരുന്നു പല കാര്യങ്ങൾക്ക് വേണ്ടി. പാർട്ടി പുറത്ത് വേണ്ടി വരുന്നില്ല. അതിന് ആക്റ്റീവ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കണം. ഞാനും എൻ്റെ കൂടെ ആളുമുണ്ട്. തമ്മനം ഭാഗത്ത് മിനിയാന്ന് 18-ആം തീയതി സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോൾ ഞാൻ 30 കിലോമീറ്റർ വണ്ടി ഓടിക്കാറില്ല. പണ്ടും അത് ഇപ്പോഴും അത്. അവിടെ ഒന്നും ആരുമില്ല. തൊട്ടപ്പോൾ ഏതൊരു പട്ടി ഓടി വന്ന് എന്ന് പറയുന്നു, അതിൽ പൊട്ടി വണ്ടി വീണ്. എനിക്കൊരു 4 സ്റ്റിച്ചും വന്ന് ഒരു മുറിവും വന്ന് പറ്റി. കുറേ നാൾ എൻ്റെ പുറത്തേക്ക് വീഴുകൊണ്ട് ഒന്നും പറ്റിയില്ല. ഇപ്പം അത് അണ്ടർ ട്രീറ്റ്മെൻറ്റിലാണ്. കുഴപ്പമില്ല, അത് സ്പീഡ് കുറച്ച് വന്നുണ്ടാ. അപ്പോൾ ഭക്ഷണത്തിൽ ഏറ്റവും വലിയ രുചി എന്ന് പറഞ്ഞാൽ വിശപ്പാണെന്ന് പോകുമ്പോൾ വണ്ടി ഓടിക്കുക 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. മദ്യം ഉപയോഗിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക, ഒന്ന് ഓവർ സ്പീഡ് ഓടിക്കാതിരിക്കുക. ഞാനത് വന്ന് ഒരു 60 കിലോമീറ്റർ വേഗത്തിൽ വന്നെങ്കിൽ അത് രണ്ടും പോകത്തുണ്ടാവില്ല. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് പട്ടിയുടെ വളർച്ചയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാൻ ഇന്ന് പറയാൻ വന്നത് വേറൊരു വിഷയം പറയാനാണ് വന്നത്. അത് മറ്റൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ തലസ്ഥാനം തിരുവനന്തപുരത്താണ്. നിങ്ങൾക്കറിയാം, ഒരു 30 ഏക്കർ സ്ഥലത്ത് പണ്ട് രാജാവ് പണിതാണ്. അങ്ങനെ ഏഴ്ച കുറേ മാറ്റം വന്ന് എന്നും തീപിടുത്തം പൊളിഞ്ഞ ആളിലൊക്കെയാണ്. സാധാരണഗതിയിൽ ഒരു തലസ്ഥാനം എന്ന് പറഞ്ഞാൽ എത്ര വിപുലമായിരിക്കാം. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് വിഭജിച്ചപ്പോൾ 50,000 ഏക്കർ ഭൂമിയാണ് മാറ്റിവെച്ചിരിക്കുന്നത് തലസ്ഥാനത്ത് വേണ്ടി. നമുക്ക് കേരളത്തെ ചിന്തിക്കാൻ പറ്റില്ല. ഏതായാലും പല സ്ഥലത്തും ഞങ്ങൾ സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്കമാലി കറുകുറ്റി ഭാഗത്ത് കുറേയധികം സ്ഥലമുണ്ട്, വളരെ ഈസിയാണ്. ഒരു 50 ലക്ഷം സ്ക്വയർ ഫീറ്റ് പണിയിൽ 1000 കോടിയുടെ ചെലവ് വരുള്ളൂ. അതിനുവേണ്ടി മാത്രം, ബാക്കിയെല്ലാം പിന്നെ ചെയ്തോളും. അത് വിദേശ മലയാളി തരാൻ തയ്യാറാണ്. ഞങ്ങൾ ആകെയുള്ള മലയാളി സംഗമം 23-ാം തീയതി 23-ാം ആണ്ടിൽ ഏപ്രിൽ വിളിച്ചുകൂട്ടി. അത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന PC തോമസ് അവർ ഉദ്ഘാടനം ചെയ്ത പരിപാടി വെച്ച് അതിനുശേഷം 3-4 പരിപാടി വെച്ചിട്ട് ഇപ്പോൾ ഈ വർഷം അവസാനം അങ്കമാലിൽ ഒരു സംഗമമുണ്ട്. അപ്പോൾ ഞങ്ങളത് ഒന്നുകൂടി ആഴത്തിലും ശാസ്ത്രീയമായിട്ടും ഞങ്ങളുടെ കൗൺസിൽ പഠിച്ചു ഒരു കാര്യം മനസ്സിലായി. എന്താ അത്? തലസ്ഥാനം മധ്യ കേരളത്തിലും പിന്നെ ഉത്തര കേരള സംസ്ഥാനവും രണ്ടും പ്രായോഗികമല്ല. അന്ന് കേരളം ചെറിയ സ്റ്റേറ്റാണ്. അവിടേക്ക് 2ാമത് സംസ്ഥാനം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ മധ്യ കേരള തലസ്ഥാനം മാറ്റാന്ന് പറഞ്ഞാൽ അത് പിന്നെയാണ് പോളിസി മാറ്ററാണ്, സർക്കാരുകൾക്ക് ബുദ്ധിമുട്ട്.
അപ്പോൾ അതിനൊക്കെ അത് നല്ലത്. തലസ്ഥാനം മാറല്ല നമുക്ക് വേണ്ടത്. മധ്യ കേരളത്തിലുള്ള വടക്കോട്ടുള്ളവർക്ക് സെക്രട്ടേറിയറ്റിൻ്റെ ആനുകൂല്യങ്ങൾ, ആ ഭരണസിരാ കേന്ദ്ര ആനുകൂല്യങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും കിട്ടാൻ വേണ്ടിയാണ് തലസ്ഥാനത്തിൻ്റെ മാറ്റം പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് അനക്സ് തുടങ്ങുക. ഈ തലസ്ഥാനം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ പവറും ഉള്ളത് ഒന്ന് വിഭജിച്ചിട്ട് മധ്യ കേരളത്തിൽ ആ ഒരു കമ്മിറ്റി തീരുമാനം ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ചർച്ച നടത്തില്ല, അനൗദ്യോഗികമായിട്ട് ട്രിവാൻഡ്രത്ത് ചില കേന്ദ്രങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് വലിയ താല്പര്യമായി. എന്തൊക്കെയായിരുന്നു, ഒന്ന് അവിടെ പലരും രാഷ്ട്രീയക്കാർ ബിസിനസ്സുകാർ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടെ മാറാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൽ സെറ്റിൽ ചെയ്യാത്ത പകുതിയിലധികം ആൾക്കാരുണ്ട്. അവർക്ക് വലിയ ആശ്വാസമാണ്. കാരണം അറിയോ, അപ്പോൾ വടക്കൻ മലബാറിലുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് മാറി എളുപ്പമാണ്, അവർക്ക് താല്പര്യമുണ്ട്. മറ്റൊരു തിരുവനന്തപുരത്തെ തിരക്കും കുറയും, അവിടുത്തെ ജനങ്ങളുടെ സേവനം കൂടുതൽ എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. അതിനാൽ വളരെയധികം അനുകൂലമാണ്. നമ്മൾ സ്വാതന്ത്ര്യ സമരത്തോടെ ശ്രമിച്ചപ്പോഴേ കിട്ടുമെന്നൊരു പ്രതീക്ഷ ആർക്കും ഉണ്ടായില്ല. പക്ഷേ 200 വർഷം സമരം ചെയ്തിട്ടാൽ കിട്ടിയിട്ട് 100 വർഷമായില്ലേ. ഇത് 200 വർഷം വരെ 20 വർഷം പോലും വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങിയത്. ഇപ്പോൾ 3-4 വർഷമായിട്ടുള്ളൂ. ഏതാ 5 വർഷം 2026 അസംബ്ലി ഇലക്ഷൻ മുമ്പായിട്ട് തന്നെ ഗവൺമെൻറ്റിന് ഓർഡർ ഇടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓർഡർ ഇട്ടില്ലെങ്കിൽ 140 മണ്ഡലങ്ങളിലും ഇതിൻ്റെ പേരിൽ സ്ഥാനാർത്ഥി നിർത്തുമെന്നും, അങ്ങനെ നിർത്തിയാൽ ആലപ്പുഴ മുതൽ വടക്കോടുള്ള 115 മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശ് കിട്ടില്ല. അതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. അത് വെല്ലുവിളിയൊന്നുമല്ല, പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. ഗവൺമെൻറ് ഈ വിഷയം ഇങ്ങനെ സെക്രട്ടറിന് അനക്സ് കൊടുക്കാനാണെങ്കിൽ സർക്കാരിന് യാതൊരു ബാധ്യതയില്ല. സ്ഥലമാണെങ്കിൽ അവിടെ കിടപ്പുണ്ട്, 1000 കോടി രൂപ വിദേശ മലയാളി തരും, അനുകൂലം ഓർഡർ ഇട്ടാൽ മാത്രമേ, അത് തടസ്സമില്ല, അത് നടക്കും. അപ്പോൾ അതിനു വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. എനിക്ക് സന്തോഷമുണ്ട്. തുടങ്ങിയ സമയത്ത് എന്തുമാത്രം എതിർപ്പുകളായിരുന്നു. അത് അവർ കുറ്റം പറയില്ല. 1969 ഐലൻഡിലെ എയർപോർട്ട് എറണാകുളം ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് മാറ്റേണ്ടി വരും പറഞ്ഞപ്പോൾ എന്നെ അറിയുന്നവർ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ അത് അവർ കുറ്റമാണോ? എൻ്റെയും കുറ്റമല്ല, അത് ജനറേഷൻ ഗ്യാപ്പ് അതാണ്. അപ്പോൾ തലസ്ഥാനം മാറ്റാൻ ചിന്തിക്കാൻ പറ്റുമോ? അവർ പറഞ്ഞു. എങ്കിലും ചിലർ വളരെ കുറേ ആൾക്കാർ അനുകൂലമായിട്ട് സഹകരിച്ചു, പല രീതിയിൽ സഹകരിച്ചു. അങ്ങനെ ഇതിപ്പോൾ വളരെ എളുപ്പത്തിലായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം നമ്മൾ പകരം നിർത്താം. എന്തൊക്കെയായിരുന്നു അറിയുമോ? കൽക്കട്ടയിൽ നിന്ന് തലസ്ഥാനം വീണ്ടും ഡൽഹിയിലേക്ക് മാറ്റിയപ്പോഴേ ആ പോയ ടീം നമ്മുടെ ചമ്പൽ കാടുകളിൽ നിന്നാണ്. നമ്മൾ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ചമ്പൽ കാടുകൾ കൊള്ള സെറ്റ് എന്നൊക്കെയാണ്. കാടൊന്നും വെറും ചമ്പൽ ചായ് വര, അതാ ഒരു 3 അടി പൊക്കമുള്ള മൺകൂനകൾ മാത്രമാണ്. അതുവഴിയാണ് പോയത്. അവിടെയാണ് തുടങ്ങിയതെങ്കിൽ ഈ 100 വർഷം കൊണ്ട് ലോകത്തിൽ നിന്ന് നമ്പർ 1 പട്ടണമായനെ, അല്ലെങ്കിൽ നഗരമായനെ, സിറ്റി ആയനെ. അത് ചെയ്തില്ല. ചെയ്യാത്തതിൻ്റെ പേരിൽ ഇന്ന് ഡൽഹിയിലേക്ക് ഞങ്ങൾക്ക് ഒരു ദേശീയ പാർട്ടി ആൾക്കാരാണ്, മാസം ഒരിക്കലും ഡൽഹിക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ രാവിലെ ഫ്ലൈറ്റിൽ പോയിട്ട് തിരിച്ചു പോരാണ്. കാശിലെങ്കിലും അവിടെ താമസിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ തലമുറ പറയുന്നത്, അന്നത്തെ കാർന്നന്മാർ പൂർവിക തലമുറയോട് ചോദിച്ചു, നിങ്ങളിത് കണ്ടില്ലേ ചമ്പൽ താഴ്വര, അവിടെ തുടങ്ങിയെങ്കിൽ കൊല്ലല്ലേ എന്ന് പറയും. അതുപോലെ ഒരു ആരോപണം മൊയ്തീൻ ഷായെ പോലുള്ള ഒരു ഗ്രൂപ്പിലേക്ക് വരും തലമുറ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അത് ഏതുപോലെ വെച്ചാൽ ഞാൻ ഇന്നലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് തുടങ്ങി. അദ്ദേഹം ആ മുസ്ലിം എന്ന് പേരിട്ടതിൻ്റെ പേരിൽ ഇന്നും തലമുറ ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിൻ്റെ പേര് മാറ്റാതെന്ന് ചോദിക്കുകയാണ്. അതുപോലൊരു ആരോപണമോ അല്ലെങ്കിൽ പരാതിയോ മൊയ്തീൻ ഷായെ പോലുള്ളൊരു കാലശേഷമാണെങ്കിൽ പോലും ചർച്ചയ്ക്ക് തലമുറ എടുക്കുക, അതിനു വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഈ തലസ്ഥാനം മാറ്റവും മുസ്ലിം ലീഗ് പേര് മാറ്റമൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരണത്തിൽ വളരെ അനുകൂലമായ ഒരു ഘടകമാണ്. പിന്നെ നാടിനും നാട്ടാക്കും നല്ലതാണ്. ആരെയും ഗുരുദേവൻ പറഞ്ഞ പോലെ ആരെയും തോൽപ്പിക്കാനല്ല, ആർക്കും ജയിക്കാനല്ല, ഒരു നീതി മാത്രം. അപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാനം മാറ്റുക എന്നല്ല ഞങ്ങളുടെ ലക്ഷ്യം. ആദ്യം ഞങ്ങൾ പറഞ്ഞു, അതിപ്പോൾ വീട് ഉറപ്പിച്ച് വേണം. തിരുവനന്തപുരം തലസ്ഥാനം മാറ്റാൻ ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല. അത് വിപുലമായിട്ട്
മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അങ്ങനെ വന്ന് ഒരു സ്ഥാനം ചെല്ലണം. ഞാൻ 31 കാലങ്ങളുണ്ട് കാണിച്ചിട്ടുള്ളത് ഗവൺമെൻറ് കൊടുത്തൽ 31 കാലം. എന്തുകൊണ്ട് തലസ്ഥാനം മാറ്റം? ആ 30 കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല. ഒറ്റ കാര്യം മാത്രം പറയാം. ഈ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ റെയിൽവേ മന്ത്രിയായിരിക്കുമ്പോൾ അതിന് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കായിട്ട് ഇരിക്കും. നിയമപരമായിട്ടല്ല, ഇല്ലീഗലായിട്ട് ഞാൻ കുറേ പഠനം അന്നുകൊണ്ട് റെയിൽവേ വികസനം നോക്കുമ്പോഴല്ലോ നമുക്ക് ആകെയുള്ള റെയിൽ സ്റ്റേഷൻ പിന്നെ സ്റ്റേറ്റുകളെല്ലാം 80% പാളങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ കേരളത്തിൽ അത് 120% ഉപയോഗിക്കുക. അതൊരു പാളം ഉപയോഗിക്കാനാണ്. അത്രയും ട്രാഫിക് ഉണ്ട്, പക്ഷേ ലൈനില്ല. പണ്ടേ 4 വരി പാകേണ്ടതാണ്. ഇപ്പോൾ ഷൊർണൂർ പോലെ എറണാകുളം വരെ അത് പണി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ശ്രമമുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഒരു ട്രെയിനും കിട്ടില്ല. കാരണം അവിടെ മാക്സിമം ഡെവലപ്മെൻറ്റ് കഴിച്ചിട്ട് 1 ഇഞ്ച് സ്ഥലം പോലും ആ ഒരു 100 കിലോ 50 കിലോ ചുറ്റുപാട് കിട്ടാനില്ല. അത്ര തിങ്ങിപ്പോയി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട്. അതിനെല്ലാം പരിഹാരമാണ് തലസ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് സെക്കൻഡറി അനക്സ് മധ്യകാലത്ത് തുടങ്ങുക എന്നുള്ളത്. അതിന് അശ്രാദ്ധ പരിശ്രമത്തിലാണ്. ഇതിനെല്ലാം നല്ല പൈസ ചിലവുണ്ട്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് നല്ലൊരു ശതമാനം ഞാൻ എൻ്റെ പാർട്ടി പ്രതിയത്. സംഭാവന തരുന്നില്ല, ആരെങ്കിലൊക്കെ വിളിച്ച് തരുന്നത് ചെയ്ത്, അതുകൊണ്ടൊന്നും പോരാ. അപ്പം മനസ്സറിഞ്ഞ് നിങ്ങളുടെ പോകിലിരിക്കുന്ന ഒരു 50 രൂപ നോട്ട് ഒരു വിലയില്ല. പക്ഷെ അതുപോലെ 10-50 രൂപ നോട്ട് വരുമ്പോൾ 500 ആവും. ഞങ്ങളുടെ കയ്യിൽ ഒരു 5000 5000 വില വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ബുദ്ധിമുട്ടില്ലെങ്കിൽ, ഇത് പിരിക്കാൻ വേണ്ടി പറയുന്നതല്ല, ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെറിയ സഹായം ചെയ്യാൻ ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ട്, അതൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് 1000 നന്ദി. ജയ് ഹിന്ദ്.